ആഫ്റ്റർ എ ലോങ് ടൈം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ ടൈറ്റിൽ കണ്ടുമ്പോൾ മനസ്സിലായി കാണും. വേറൊന്നുമല്ല, എല്ലാ ദിവസവും എനിക്ക് ലാപ്ടോപ്പിനെ കുറിച്ചിട്ടല്ലാതെ മെസ്സേജ് വരില്ല. പക്ഷേ കുറച്ച് ദിവസമായിട്ട് എനിക്ക് സ്മാർട്ട് ഫോണിനെ കുറിച്ച് മെസ്സേജ് വരാണ്. ഒന്നുമില്ല, ഒരേ ഒരു ക്വസ്റ്റനേ ഉള്ളൂ. ഫോൺ ഹീറ്റ് ആവുന്നു, ഫോൺ ഓവർ ഹീറ്റ് ആവുന്നു. ഇതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ടെക് സൈഡിൽ, അതായത് ഇതിനകത്ത് കുറേ കോൺസെപ്റ്റുകളും കുറേ ടെക്നിക്കൽ സൈഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ സിംപ്ലിഫൈ ചെയ്താണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഫോൺ ചൂടാവുന്നു എന്നൊരു കംപ്ലൈൻറ്റ് നമ്മൾ പറയുന്ന സമയത്ത് ആദ്യം നമ്മൾ പറയാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ ടെമ്പറേച്ചർ. കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ നിങ്ങൾ ഇന്ത്യയിൽ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഹ്യൂമിഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, ഈവൻ ബാംഗ്ലൂർ തന്നെ എടുത്തു കഴിഞ്ഞാൽ അവിടെ മഴ പെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ കുറച്ചുകൂടി ഓൾട്ടിറ്റ്യൂഡിൽ ഇരിക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് തണുപ്പെന്ന് പറഞ്ഞത് കൺസിഡറബിളി അവർക്കൊരു അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവായിരിക്കും. നമ്മുടെ കേരളം നോക്കിക്കഴിഞ്ഞാൽ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ്. ദാറ്റ് മീൻസ് ഒരു ചെറിയൊരു വാട്ടർ കണ്ടന്റും ഉണ്ട്. ഡ്രൈ ആയിട്ടുള്ള ചൂടല്ല നമുക്ക് അവിടെ അനുഭവിക്കുന്നത്. നാട്ടിൽ ഭയങ്കര ചൂടും എന്നാൽ ഭയങ്കര ഹ്യൂമിഡിറ്റി ഉള്ള ഒരു നേച്ചറാണ്. അതുകൊണ്ടാണ് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നതും. അതുകൊണ്ടാണ് ഈ ഫോറിനേഴ്സിന് നമ്മുടെ നാട് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണവും. നമ്മുടെ വീടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു 30 to 40 ഡിഗ്രിക്കിടയിലാണ് ടെമ്പറേച്ചർ വരിക. ഈ പറയുന്ന ഫോണുകൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഈ ഫോണുകൾ എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അവർ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ലാബ് കണ്ടീഷനിലാണ്, അതായത് ലാബ് ടെമ്പറേച്ചർ. ദാറ്റ് മീൻസ് അറൌണ്ട് 20 to 25 ഡിഗ്രീസ്. ഈവൻ അവർ ഹോട്ട് ക്ലൈമറ്റിലൊക്കെ അല്ലെങ്കിൽ ഭയങ്കര ഹൈ ടെമ്പറേച്ചറിലൊക്കെ ടെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിലും അതെല്ലാ ഫോണുകളും അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. വളരെ ചുരുക്കം, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മോഡലുകൾ മാത്രമായിരിക്കും. ഇവിടെയാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ കമ്പനികളെല്ലാം നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു കിടുപിടി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. തെർമൽ ത്രോട്ട്ലിംഗ്. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടറൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. തെർമൽ ത്രോട്ട്ലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിന് മേളിലേക്ക്, ലെറ്റ്സ് സേ 45 ഡിഗ്രി, നമ്മുടെ ഫോണ് നമ്മുടെ കയ്യിൽ ഉപയോഗിക്കുന്ന സമയത്ത് സ്പെസിഫിക് ടെമ്പറേച്ചർ ആയിട്ടുള്ള 45 ഡിഗ്രിക്ക് മേളിലേക്ക് ടെമ്പറേച്ചർ പോയാൽ ഉടനെ തന്നെ നമ്മുടെ ഫോണിന്റെ സിസ്റ്റത്തിന് അറിയാം ഇതിന്റെ പെർഫോമൻസ്, ഫോണിന്റെ പെർഫോമൻസ് കുറയ്ക്കണം. എന്തിനാണ്? നിങ്ങളെ കഷ്ടപ്പെടുത്താനല്ല, ഇതിൻ്റെ അകത്തുള്ള ഹാർഡ്വെയറിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹാർഡ്വെയറിനെയും ഡേറ്റേനെ സേവ് ചെയ്യാനായിട്ട് ഫോൺ തന്നെ എടുക്കുന്ന ഒരു സെക്യൂരിറ്റി മെഷറാണ്. നമുക്ക് പനി വരപ്പം നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യൂലേ, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തൊരു പാത്തജൻ കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഫോൺ സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇതെങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആവും, ഫ്രെയിം ഡ്രോപ്പ് ആവും, ക്യാമറയിൽ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റി ഉണ്ടാവില്ല, അതുപോലെ തന്നെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി ഉണ്ടാവില്ല, നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സ്റ്റട്ടർ ആവുന്നുണ്ടാവും, പെട്ടെന്ന് ലോഡ് ആവില്ല. ഇങ്ങനെയുള്ള സകലമാന പ്രശ്നങ്ങളും ഉണ്ട്. ടെക്നിക്കലി നിങ്ങളുടെ അറ്റ്മോസ്ഫിയറിൽ, അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന ഏത് ജില്ലയാണെങ്കിലും അവിടെയുള്ള ഓരോ ഡിഗ്രി സെൽഷ്യസ് കൂടുന്നതിനനുസരിച്ചും 2 മടങ്ങ് എക്സ്ട്രാ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ഫോൺ ഹീറ്റപ്പ് ആവുക. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 30 ഡിഗ്രി, 31 ഡിഗ്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് ഭയങ്കര ഫാസ്റ്റായിട്ടായിരിക്കും ആ ഒരു ടെമ്പറേച്ചർ വലിച്ചെടുക്കുക. ഗോട്ട് ഇറ്റ്? രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള പാർട്ട്, ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരു പോയിന്റിൽ, ഇപ്പം എനിക്കാണെന്നുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും എൻ്റെ സെക്കൻഡറി ഫോണായിട്ട് ഒരു ഹൈ എൻഡ് ഫോൺ പ്രിഫർ ചെയ്യില്ല. എനിക്കൊരു ബഡ്ജറ്റ് ഫോണായിരിക്കും ഞാൻ എപ്പോഴും നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബഡ്ജറ്റ് ഫോണിനെല്ലാം ഒരു ഡിസൈൻ ഫ്ലോ ഉണ്ട് മേജർ ആയിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ളത് iPhone 16 Pro Max ആണ്. ഈ ഫോൺ ഡിസൈൻ ചെയ്ത സമയത്ത് ഈ ഫോൺ ഡിസൈൻ ചെയ്തവനും അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ ഡിസൈനിങ് പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ള എഞ്ചിനീയർമാർ ഇതിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ, അതായത് ഫോൺ ചൂടാവുന്നത് കുറയ്ക്കാൻ ഹീറ്റ് ഡിസിപ്പേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് കോപ്പർ വേപ്പർ ചേമ്പേഴ്സ്, ഗ്രാഫൈറ്റ് സ്റ്റിക്സ്, ഗ്രാഫൈറ്റ് പാനല്, ഇങ്ങനെ ഹീറ്റ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റേ ലിക്വിഡ് കൂള് പോലെയുള്ള വലിയ വലിയ സെറ്റപ്പുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബഡ്ജറ്റ് ഫോണുകളിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഡിസൈൻ മികവുകളൊന്നും ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഈ ഫോണിൻ്റെ അകത്ത് ഇപ്പോൾ ഐഫോൺ ഏതെങ്കിലും ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ എടുത്തു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ബാക്ക് ആയിരിക്കില്ല, അതിൻ്റെ അകത്ത് എപ്പോഴും ഗ്ലാസ് അല്ലെങ്കിൽ അലുമിനിയം ആയിരിക്കും. അലുമിനിയം ആൻഡ് ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹീറ്റ് ഡിസ്പേർഷൻ ഭയങ്കര ഫാസ്റ്റായിട്ട് പോകും. എന്നാൽ നമ്മുടെ ബഡ്ജറ്റ് ഫോണുകളെല്ലാം പ്ലാസ്റ്റിക് ബാക്കിലാണ് വരുന്നത്. പ്ലാസ്റ്റിക് ബാക്കിൽ വരുമ്പോൾ ഉള്ള പ്രശ്നം, അതിൻ്റെ അകത്ത് ഹീറ്റ് ഭയങ്കര ട്രാപ്പായിട്ട് കിടക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് മൊത്തത്തിൽ കുറയും. അതുമാത്രമല്ല, നിങ്ങളുടെ ഫോൺ ആക്ച്വലി കേപ്പബിലിറ്റിക്കും താഴെയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അവിടെയാണ് നിങ്ങൾ എപ്പോഴും നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നം. ബഡ്ജറ്റ് ഫോണുകളുടെ സ്പെക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അന്യായ സ്പെക്ക്, എൻ്റെ ദൈവമേ എന്തിനിടെ എഴുതി വെച്ചിരിക്കണേ, 20,000 ബ്രിട്ടീഷ് രാജകുമാരീനെ എനിക്ക് കെട്ടിച്ചേർന്നു, ആ സെറ്റപ്പിൽ എഴുതി വെച്ചിരിക്കും. പക്ഷേ ഫോൺ വാങ്ങിച്ച് യൂസ് ചെയ്താലോ അതൊന്നും കാണൂല. അതിൻ്റെയൊക്കെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് സാധനം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അത് ഉപയോഗിക്കാൻ പറ്റണം. നിങ്ങളുടെ ഫോണിനെ നിങ്ങൾക്ക് കൊല്ലാനായിട്ട് ഉള്ള ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. ചാർജിങ്, ഗെയിമിംഗ്, മൾട്ടി ടാസ്കിങ്.
ഇത് മൂന്നും കൂടി ഒരുമിച്ച് വന്നാൽ പ്രശ്നമാണ്. നമ്മുടെ ഫോണെന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ് പോലെ കൂളിംഗ് ഫാനുകളൊന്നും ഇല്ല. ഇതാ 6 മില്ലിമീറ്ററാണ് ഇതിൻ്റെ തിക്നെസ്. അതിൻ്റെ അകത്ത് ഈ ഫാനും മറ്റേത് മറിച്ചൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഈ ഹീറ്റ് പുറത്തേക്ക് കളയുക? നിങ്ങൾ ഫോണിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് അവിടെ ഹീറ്റ് എമിറ്റ് ആവും. ചാർജിങ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എമിറ്റ് ആവും. കാരണം അവിടെ ഒരു പ്രോസസ്സ് നടക്കുവാണ്, അവിടെ ഒരു എനർജി ട്രാൻസ്ഫർ പ്രോസസ്സ് നടക്കുവാണ്. അതിൽ ഉറപ്പായിട്ട് ഹീറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഗെയിം കളിക്കുകയാണെങ്കിലോ, ഗെയിമിംഗ് എപ്പോഴും ഒരു പ്രോസസ്സറിൻ്റെ 80% കേപ്പബിലിറ്റി ഉപയോഗിച്ചിട്ടാണ് ഒരു ഫോണിൻ്റെ അകത്ത് ഗെയിം റൺ ആവുന്നത്. അത് റാം ആയാലും പ്രോസസ്സർ ആയാലും ഗ്രാഫിക്സ് ആയാലും എല്ലാം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ അതിൻ്റെ കൂടെ വേറെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളുടെ ചാറ്റും കൂടി തുടങ്ങിയാലോ, എല്ലാം കൂടി ഒരു വൃത്തിയായിട്ട കോംബോ ആവും. ഇനി ഇതിൻ്റെ ഇടയിൽ വേറെ ഒരു കാര്യമുണ്ട്, നമ്മുടെ 4G 5G ആൻറ്റിന. നിങ്ങളിപ്പോൾ വൈഫൈ ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ വൈഫൈ നല്ല വൈഫൈ ആണ്, നല്ല സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. സ്ട്രെങ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈഫൈ ആൻറ്റിന എപ്പോഴും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഒരു വൈഫൈ ആൻറ്റിന ഉണ്ട്, അതെപ്പോഴും ആ ഒരു നെറ്റ്വർക്ക് ആ സിഗ്നലിനെ ക്യാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ്സിലായിരിക്കും, ആ ഒരു ഹണ്ടിങ്ങിലായിരിക്കും. സെയിം ഗോസ് വിത്ത് യുവർ മൊബൈൽ ഡാറ്റ. അതാണ് നിങ്ങൾ എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മൊബൈൽ ഡാറ്റയിൽ നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഫോൺ പെട്ടെന്ന് ചൂടാവും. കാരണം റേഞ്ച് ഡിഫറൻസ് വരപ്പോൾ നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള നെറ്റ്വർക്ക് മോഡം ഭയങ്കരമായിട്ട് ഹീറ്റാവും. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെർമൽ സാൻഡ്വിച്ച് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് നിനക്കെന്താടാ, എൻ്റെ ഫോണല്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന്. നിങ്ങളുടെ ഫോണാണ്. നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ കേപ്പബിലിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസണാണ് ഞാനിവിടെ സ്റ്റേറ്റ് ചെയ്തത്. ഞാനിപ്പോൾ കാനഡയിലാണ് ഉള്ളത്. ഇവിടെ 3 ഫോണുകളേ ഉള്ളൂ, ആപ്പിൾ, സാംസങ്, ഗൂഗിൾ. അതിനകത്ത് ഗൂഗിൾ പിക്സൽ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പപ്പടം പൊള്ളിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഹീറ്റ് ആവുകയും ചെയ്യും. ഇഷ്ടംപോലെ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. ദാറ്റ് മീൻസ് ഗൂഗിൾ പിക്സൽസ് പോലെയുള്ള ഫോണുകൾ ഇവിടെയുള്ള മാർക്കറ്റിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളത്. കാരണം ഇവിടെയുള്ള സിസ്റ്റം അതിന് അഡാപ്റ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ആയതുകൊണ്ട് അപ്പോൾ ആ ബ്രാൻഡ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതും ഇവിടെയുള്ള എൻവയോൺമെൻറ്റിലായിരിക്കും. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിനെ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതവിടെ കിടന്ന് പുഴുങ്ങും. ഇനി പല യൂട്യൂബേഴ്സും നിങ്ങളടുത്ത് പറഞ്ഞു തന്നിട്ടുള്ള, അതായത് പറഞ്ഞ് ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് എന്നാ പറയുക, കോട്ടയം സ്ലാങ്ങാ എന്താ പറയുക, കുറച്ച് മിത്തുകൾ ഞാൻ പറഞ്ഞുതരാം. ഹീറ്റിംഗ് എപ്പോഴും സോഫ്റ്റ്വെയർ പ്രോബ്ലം ആണെന്നുള്ളത്. സോ ബേസിക്കലി ഹീറ്റിംഗ് ഒരിക്കലും സോഫ്റ്റ്വെയർ പ്രോബ്ലം മാത്രമായിരിക്കില്ല, ഹാർഡ്വെയർ പ്രോബ്ലമാണ്. ഡിസൈൻ ഫോൾട്ടാണ് എപ്പോഴും നിങ്ങളുടെ ഫോൺ ഓവർ ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം. യെസ്, പ്രോസസ്സർ എപ്പോഴും ഭയങ്കര പെർഫോമൻസ് തരുന്ന സമയത്ത് അതിനകത്തുനിന്ന് ഹീറ്റ് ഉറപ്പായിട്ടും ബൈ പ്രോഡക്റ്റ് ആണ്. ആ ഹീറ്റിന് പുറത്തേക്ക് കളയാനായിട്ടുള്ള ഒരു സിസ്റ്റം ഇല്ലാന്നുണ്ടെങ്കിൽ ഫോൺ ഹീറ്റ് ആവും. ബാക്ക്ഗ്രൗണ്ട് ആപ്സ്, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന ആപ്ലിക്കേഷൻസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് കുറയുമെന്ന് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു. അങ്ങനെയൊന്നും കുറയത്തൊന്നുമില്ല. ബാക്ക്ഗ്രൗണ്ടിലുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ പ്രോസസ്സിങ്ങിനൊക്കെ തന്നെയാണ് പ്രശ്നം. അതെന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു ടോപ്പിക്കിലുള്ളതല്ല, അതായത് ഓൾറെഡി നിങ്ങളുടെ കുറച്ച് ഡേറ്റ പ്രീലോഡഡ് ആയിട്ട് അതിനകത്ത് കിടപ്പുണ്ടായിരിക്കും. സോ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ വിട്ട് വേറൊരു ആപ്ലിക്കേഷനിലേക്ക് പോയിട്ട്, ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ആക്കി 5 മിനിറ്റ് യൂസ് ചെയ്തു, എന്നിട്ട് നിങ്ങൾ അതിനെ മിനിമൈസ് ചെയ്തതിന് ശേഷം B എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനിലേക്ക് പോയി. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ എപ്പോഴും ഒരു സൈഡ് ലൈൻ ചെയ്തിട്ടായിരിക്കും നമ്മുടെ റാം കീപ്പ് ചെയ്യുക. സൈഡ് ലൈൻ ചെയ്യുക മീൻസ് നമ്മൾ ഉപയോഗിച്ച അത്രയും ഡേറ്റ അതിനകത്തുണ്ടായിരിക്കും, ഒന്നും ക്ലിയർ ആക്കത്തൊന്നുമില്ല. ബട്ട് അതിനെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് ഫോമിൽ വേറൊരു സൈഡിലേക്ക് പ്രോസസ്സിംഗ് പവർ ഒന്നും യൂസ് ചെയ്യാത്ത ലെവലിലേക്ക് കൊണ്ടെത്തിക്കും, മാറ്റി വെച്ചിരിക്കും. എന്നിട്ട് നിങ്ങൾ തിരിച്ച് ആപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ തരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്തുള്ള ബിഹൈൻഡ് ദ സീൻ. അടുത്ത് കേട്ടിട്ടുള്ളതാണ് 5G ഭയങ്കരമായിട്ട് നമ്മുടെ ഫോണിനെ ഹീറ്റ് ആക്കും. 5G ആണ് ഓവർ ഹീറ്റ് ആക്കുന്നത്. 5G അല്ല, 5G റേഡിയോസ് അല്ല ആക്ച്വലി ഓവർ ഹീറ്റ് ആക്കുന്നത്, സിഗ്നൽസ് ആണ്. നിങ്ങളുടെ സിഗ്നൽ സ്ട്രെങ്ത് ആണ് എപ്പോഴും നിങ്ങളുടെ ഫോണിനെ ഹീറ്റ് ആക്കാൻ ചാൻസ് ഉള്ളത്. സോ 5G ആൻറ്റിനാസ് അല്ലെങ്കിൽ 5G മോഡം അങ്ങനെ വെച്ചതുകൊണ്ട് ഹീറ്റ് ആവത്തൊന്നുമില്ല. ഇനി പറയാൻ പോകുന്നതാണ് കാര്യം, അതായത് നമ്മുടെ സൊല്യൂഷൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ മെയിൻ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിനെ ചാർജ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന പരിപാടി നിർത്തുക. ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. അതങ്ങ് നിർത്ത്, അത് വേണ്ട. ചാർജ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഉപയോഗിക്കുക. ഇതേപോലുള്ള പ്ലാസ്റ്റിക് ബാക്ക് കവേഴ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ പരമാവധി അതില്ലാതെ ഉപയോഗിക്കുക. ഞാൻ തറയിട്ട് പൊട്ടിക്കുക, അതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ടിരിക്കുന്നതാണ്. ബട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കുറച്ചുകൂടി വെന്റിലേഷൻസ് ഒക്കെ ഉള്ള ബാക്ക് കവർ മേടിച്ചിട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലത്. ആമസോണിൽ തിരഞ്ഞാൽ കിട്ടും ഇഷ്ടംപോലെ. നിങ്ങളുടെ ഫോണിന്റെ ബ്രൈറ്റ്നസ് ഓട്ടോ മോഡിൽ കീപ്പ് ചെയ്യുക, വെരി ഇമ്പോർട്ടൻറ്റ്. വിളക്കിരിക്കാൻ ടോർച്ച് മേടിച്ച് പോകുന്നത് പോലെ നിങ്ങൾ ഈ ഇതിനകത്ത് ഫുൾ ബ്രൈറ്റ്നസ് ഇട്ട് വെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, ആവശ്യത്തിന് മാത്രം മതി. നിങ്ങൾ മൊബൈൽ ഡേറ്റയിലാണ് നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പവർ സേവിംഗ് മോഡ് എപ്പോഴും ഓൺ ആക്കിയിട്ടിരിക്കുക. ഗെയിം കളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പവർ സേവിംഗ് മോഡ് ഓൺ ആക്കി വെച്ചിട്ട് നിങ്ങൾ ചാറ്റോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറഞ്ഞു തരാനായിട്ടില്ല. ഞാൻ എന്താണ് ഈ ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നത് മുതൽ എന്താണ് ഇതിൻ്റെ അകത്തുള്ള പ്രോപ്പർ ഐഡിയോളജി എന്നുള്ളതും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതെല്ലാം നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കോമെന്റ്സ്. ഞാൻ എല്ലാം കാണുന്നുണ്ട്, എല്ലാം വായിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.